നമുക്ക് ഭാഗ്യമുണ്ട് കേട്ടോ, നമുക്കിന്ന് കുറച്ച് പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട്. നമുക്കത് കണ്ടിക്കാം. ഇത് ഏട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്ന ചക്ക കേട്ടോ. ഇതെന്ത് വരിക്ക ചക്ക അല്ലേ? വാ സൂപ്പർ, നല്ല അടിപൊളി മണം കേട്ടോ ചക്കയുടെ. അപ്പം ഈ സീസണിൽ ആദ്യത്തെ പഴുത്തേക്ക അല്ലേ? പക്ഷെ ഇന്നാളെ ഒരു ചക്ക ഉണ്ട്, അത് കൊള്ളത്തില്ല. ഇതെങ്ങനെയാ മുറിക്കുന്നത്? എല്ലാം എടുത്തൊക്കെ വെച്ച് മുറിക്കുന്നത് എങ്ങനെ? കണ്ടിച്ച് കളയട്ടെ അല്ലേ? വേണ്ടി ഇവിടുന്ന് ഇങ്ങനെ എങ്ങനെയായിട്ടാ കണ്ടിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ട് കാര്യം ചെയ്യും, പൂഞ്ഞ കണ്ടിച്ചെടുക്കാം. ഈ സാധനം കണ്ടിച്ചെടുക്കാം. ഇത്രയും തിന്ന് തീർക്കും കേട്ടാ. വാവയ്ക്ക് ഭയങ്കര എന്തുവാന്നും പറഞ്ഞ ഇത് തിന്നിട്ടുണ്ടോ? ഇതുവല്ലോ വൈശിക ആദ്യമായിട്ടാ തോന്നില്ലയോ? വൈശിക പല്ല് വന്നണക്കെ ആദ്യമായിട്ടോ ചക്ക കഴിക്കാൻ പോന്നെ. ഏട്ടാ ഒരു പാത്രം എടുത്തേക്കാവോ? അടിപൊളി ചക്ക നല്ല സൂപ്പർ ചക്ക ഇട്ടെടുത്തിരിക്കുകയാണ് കേട്ടോ. അയ്യാള് ഇതല്ല തിന്നുന്നേ, കയ്യിലൊക്കെ കറയായില്ലോ. മാവേ ഒരു ചക്കപ്പൂഞ്ഞെടുത്ത് കൈ വെച്ച് മാവെ കാണിച്ചു തരാം. മാവയുടെ എക്സ്പ്രഷനൊക്കെ കാണാം. എന്തുവാ? ആ ഞാനൊന്നും ചെയ്യുന്നല്ല, അത് അടുത്ത് വെക്കുമ്പോ അങ്ങനെ ആവുന്നേ. അത് നശിക്കത്തൊന്നുമില്ല, അത് ശരിയായിട്ടില്ല. നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പിച്ചെടുക്കാം. നല്ല പഴുത്ത ചക്ക കേട്ടോ. തരാടോ സൂപ്പറല്ല കൊള്ളത്തെ. അയ്യോ ഞാൻ തിന്നില്ല എന്നിട്ട്. ചവച്ചിന്നണേ, ചവയ്ക്കണേ. പൈസയുടെ കാര്യോ? മഞ്ചയുടെ കൂട്ട് നല്ല മധുരം. എനിക്കൊരു പ്രശ്നമുണ്ട്, എന്തോന്നറിയാവോ? ചക്ക തിന്നുമ്പോഴേ കൊതിമൂത്ത് നാക്കി കയറി കടിക്കും. ഇപ്പൊ ഞാൻ നാക്കി കടിക്കും. ചക്കന്നാ അയ്യോ ഇവിടെ കൈ കൊടുത്തില്ല, ഇവിടെ തിന്നാ വിഴുങ്ങിയോടി. വൈശിക വിഴുങ്ങിയത്. കടിച്ചു പറയില്ല.
വൈശുക്ക് എനിക്ക് കാണിച്ചു തരുന്നേട്ടാ വൈശു പിച്ചാത്തി എടുക്കുന്നത് കേട്ടോ. അവളെന്നെ കാണിച്ച് കുടിച്ച് കടിച്ച് വലിച്ചിട്ട് നമുക്ക് വൈശു തിന്നുന്നതാണ്. അയ്യോ അതെന്താ ഇതിനകത്ത് കുഴി ഇരിക്കുന്നു. നമുക്ക് വൈശു അയ്യേ തിന്നെ. ഇതെന്തോ ഇതിനകത്ത് കുഴി ഇരിക്കാ അടികാലം പോലെ കളയും. പിന്നെ ഇയാളോട് ആരും ഇവണ്ണ നീ വിഴുങ്ങുവാന്നോ? പെണ്ണ് വിഴുങ്ങുവാന്ന് തോന്നുന്നു കേട്ടോ. ആർക്കെങ്കിലും പഴുത്ത ചക്ക വേണോ? പകുതി തീർന്നു, ഇനി പകുതിയും കൂടെ ഉണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ പറയാമെങ്കിൽ തരാം. ദൈവം ആരെങ്കിലും ചക്ക വെച്ച് വരുമോ എന്തോ. അതായത് ചക്ക വേണോ? ചക്ക നല്ല വരിക്കച്ചക്ക വേണോ? വരിക്കച്ചക്ക പഴുത്ത വരിക്കച്ചക്ക വേണോ? പഴുത്ത വരിക്കച്ചക്ക. അയ്യോ എൻ്റെ ചക്ക, എൻ്റെ ചക്കയ്ക്കകത്ത് വേറെ കുടിച്ചു. ആരാണ് കൈയിട്ട് വരുന്നേ? ചക്ക വേണോ? ചക്കക്കരി. അയ്യോ അയലും മത്തിക്കറിയും പോലെ അലുവയും മത്തിക്കറിയും പോലെ ചക്കയും കട്ടനും. കട്ടൻ തരുമാവേ, തണുക്കട്ടെ. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കട്ടൻ ഇട്ട് കുടിക്കാറ്, അല്ലാണ്ട് നമ്മളങ്ങനെ കട്ടൻ കുടിക്കാറില്ല. ഏട്ടന് ഉള്ളപ്പോഴാണ് നമ്മൾ കട്ടൻ കൂടുതലായിട്ട് കുടിക്കുന്നത്. അപ്പോൾ വൈശു വാവയൊക്കെ എപ്പോഴേ പറയാണ് കട്ടൻ വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ വന്നിട്ട് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ കളിപ്പാട്ടം എല്ലാം കുറേയെല്ലാം അടുക്കിയൊക്കെ വെച്ചു, കുറേയൊക്കെ ചാക്കിനകത്താക്കി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം പൊടി പിടിച്ച് കിടക്കുമായിരുന്നു. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിനകത്ത് വൈശുവിൻ്റെ ചെണ്ട, ഇതെല്ലാം വൈശുവിൻ്റെ കളിപ്പാട്ടാണ്. വൈശുവിക്ക് അങ്ങനെ കളിപ്പാട്ട് പ്രത്യേകിച്ച് കേട്ടോ. ഇത് വൈശുവിൻ്റെ പൗച്ച് കേട്ടോ, അതൊക്കെ ഇതിനകത്തിട്ടേക്ക് ഇപ്പം എന്തോ പെട്ടിയാട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ 5-6 വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഇവളുമാർ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞു. 1-2 എണ്ണമൊക്കെ കുറേയൊക്കെ ഉണ്ട് വേണ്ടേ. ഇത് പിന്നെ ഇത് വൈശികയുടെ കേട്ടോ. ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ വൈശികയ്ക്ക്. പിന്നെ ഈ സാധനം റിങ്ങൊക്കെ, പിന്നെ അതിൻ്റെ വണ്ടി. ഇത് റോഡ് റോളർ. ഇത് പൊക്കിത്തട്ട്. ഇതെന്തുവാ? ഇത് JCBയുടെ കോരുന്ന സാധനം. കുറേ ഉണ്ട്. ഇത് JCBയുടെ എന്തോ ആയിരുന്നു കേട്ടോ, ഇളക്കി കളഞ്ഞു. പിന്നെ ഇത് കണ്ടില്ലേ മെഷീന്, മറ്റേ മിക്സിങ് ചെയ്യുന്ന അത്. ഇനി ഇത് 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇത് 2 അല്ല 3 എണ്ണം കണ്ടുണ്ട്. ഇത് കിച്ചൺ സെറ്റ്, അത് കുറേ സാധനങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അതൊക്കെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ വൈശുവിൻ്റെ ആദ്യത്തെ കളിപ്പാട്ടം, അതുകൊണ്ട് ഞാനിത് കളഞ്ഞില്ല, ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. പിന്നെ ഇത് ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എവിടെയൊക്കെ ഇപ്പോൾ മേടിച്ചത് ഓർമ്മയില്ല. പിന്നെ മിക്കുണ്ട് ഇതിനകത്ത്. മിക്ക് മുയൽ. നമ്മുടെ ആന എന്തിയേ? ആന എന്തിയേ? അയ്യോ ആനയെ കാണുന്നില്ല. ഇത് വൈശികയുടെ കേട്ടോ. ഇത് വൈശികയ്ക്ക് കുഞ്ഞുനാൾ മേടിച്ച കിളിക്കാൻ കിട്ടി. കുറേ ഉണ്ട് ഇനിയും, എല്ലാം കുറേയൊക്കെ കെട്ടി വെച്ചു കേട്ടോ. ഇത് പിന്നെ വൈശുവിൻ്റെ ABCD. ഇത് വൈശുവിൻ്റെ ABCD കേട്ടോ. 2 പേരും കൂടി ഇവിടെ നിന്ന് കളിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ നമ്മുടെ കളിപ്പാട്ടം എല്ലാം അടുക്കി പറക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ട് വന്നതാണ്. കളിപ്പാട്ടം എല്ലാം കൂടെ പറക്കി ഞാനൊരു ബേസ് ബോർഡിനകത്ത് ഇട്ട് വെച്ചു.
പിന്നെ വേണ്ടാത്ത സാധനങ്ങളെല്ലാം കൂടെ ഒരു ചാക്കിനകത്ത് കെട്ടി വെച്ചു. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് തട്ടിക്കൊണ്ട് വന്നേട്ടോ രണ്ടുപേരും കൂടെ. ഇതിൻ്റെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. ഇവൻ്റെ തലയിലിട്ടും അടിക്കില്ലേ, അങ്ങോട്ട് മാറിയിരുന്ന് കളിക്ക്. അന്നേരം വാവ കളിക്കുന്ന കണ്ടോ? വാവയ്ക്ക് അറിയത്തില്ല കളിക്കാൻ. വൈശികേ ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ അവരുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇത് കൊഞ്ച് വറുത്തതാണ് കേട്ടോ. അത് ഞാൻ ഉച്ചയ്ക്ക് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് രണ്ടുപേരും കൂടി അപ്പോഴേ കാലിയാക്കി കേട്ടോ. ഞാനിപ്പോഴാണ് കൊടുക്കുന്നത്, ഉച്ചയ്ക്ക് ഞാൻ കൊടുത്തില്ലായിരുന്നു, ഇപ്പോഴാണ് കൊടുത്തത്. അപ്പോൾ കൊടുത്ത സമയത്ത് തന്നെ രണ്ടുപേരും കൂടി അത് വാരി തിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ കിടന്നതെല്ലാം കഴുകി വെച്ചു. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എളുപ്പമായിരിക്കും എല്ലാ കാര്യങ്ങളും. ചായ ഇടാനായാലും ആഹാരമൊക്കെ ഉണ്ടാക്കാനായാലും എല്ലാം പെട്ടെന്ന് നടക്കും. പാത്രം കഴുകാനിട്ടിരുന്ന് കഴിഞ്ഞാൽ രാവിലെ പിന്നെ അതേ നടക്കുകയുള്ളൂ ജോലി. അപ്പോൾ വൈശു ഉറങ്ങി കേട്ടോ. ഇനി വൈശിക്ക് ഉറങ്ങിയിട്ടില്ല, ഇവിടെ കിടന്ന് നല്ല ബഹളം വയ്ക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ വെച്ച് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം. ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.